41 ദിവസത്തെ മണ്ഡലകാലം ഏതാണ്ട് 32 ലക്ഷം ഭക്തന്മാരിവിടെ വന്നുപോയി. ഈ 40 ദിവസം കൊണ്ട് ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു. പോലീസും ഇവിടുത്തെ ജീവനക്കാരും എല്ലാവരും സഹകരിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ 40 ദിവസവും വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഗമ ദർശനം നടത്താൻ അയ്യപ്പന്മാർക്ക് സാധിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതലാണ് ഈ വർഷത്തെ വരുമാനം. ഈ വർഷം വരുമാനത്തിൽ വർധനവുണ്ട്. ഈ കുത്തകലേലം, അതുപോലെ തന്നെ നടവരുമാനം, അരവണ സെയില്, മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ 332 കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ് അതിനകത്ത്, ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒക്കെ നേതൃത്വത്തിൽ പരാതികളൊക്കെ അപ്പോൾ പരിഹരിച്ചു പോകാൻ പറ്റി. പരാതികൾ വന്നുകൊണ്ടിരിക്കും, ഇത്രയും പേര് വരുന്ന സ്ഥലമാണ്. പക്ഷെ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചു. കോടതിയുടെ സമയോചിതമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും പാലിച്ചു എന്നുള്ളതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കോടതിയുടെ വിമർശനമൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. കാരണം കോടതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പരിഹരിച്ചു പോകാം. അങ്ങനെ ഈ അന്നദാനത്തിൽ ഇപ്പോൾ ചോറ്, സദ്യ കൊടുക്കുന്നു, പായസം കൊടുക്കുന്നു. ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അതിനകത്തുള്ളൊരു മനോഭാവമാണ് പ്രധാനം. ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്തന്മാർ തന്നിട്ടുള്ള പണമെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുക, അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേരിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ചിന്തയാണ് ഈ അന്നദാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. വന്ന ആളുകൾക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ സാധിച്ചു. പരാതികളൊക്കെ അവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അതിനൊരു സംവിധാനം കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എക്സിക്യൂട്ടീവ് ഓഫീസറും അദ്ദേഹത്തിൻ്റെ അംഗങ്ങളും വളരെ ശുഷ്കാന്തിയോടുകൂടി ഉണർന്ന് പ്രവർത്തിച്ചു. ബോർഡ് ഉചിതമായ തീരുമാനങ്ങൾ സമയത്ത് എടുത്തു കൊടുത്തു. അരവണയുടെ കാര്യത്തിൽ കുറച്ച് 30-40 ആയിക്കൊണ്ട് പോയെടുത്ത് ആദ്യം 20 പിന്നെ ഇപ്പോൾ 10 ആക്കിയെടുത്തും ആളുകൾ സ്വീകരിച്ചു. പക്ഷേ എന്നാലും കുറച്ച് നിരാശ ഉണ്ടാവും. അതിന് നമ്മളൊരു പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ്. ജനുവരി 15 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 20 കഴിഞ്ഞാൽ ഇത് പോസ്റ്റിൽ അയച്ചു തരാൻ നിങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്തിട്ട് പോകും എന്ന ഒരു തീരുമാനത്തിലേക്ക് ബോർഡ് 29 ബോർഡിൽ അങ്ങനെ ഒരു കാര്യം ചർച്ചയ്ക്ക് വരുന്നുണ്ട്. സോ ദാറ്റ് ആളുകൾക്ക് ഒരു നിരാശയില്ല. അരവണ 10 കിട്ടിയുള്ളൂ, എനിക്ക് 20 വേണമായിരുന്നു എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ ഉള്ള കാര്യങ്ങൾ പരിഹരിച്ചു പോകാൻ. ഇന്നിപ്പോൾ നട വൈകുന്നേരം അടച്ചാലും 30 വൈകുന്നേരം തുറക്കും. അരവണയുടെ ഉൽപ്പാദനം ഈ ദിവസങ്ങളിൽ കുറച്ചും കൂടെ വർദ്ധിക്കും. ബഫർ സ്റ്റോക്ക് കുറച്ചുകൂടെ വലുതാണ്. ഒരു 10-12 ലക്ഷം ബഫർ സ്റ്റോക്കോടുകൂടി നമ്മൾ മകരവിളക്ക് തുടങ്ങാൻ സാധിക്കും. ഈ 10ൻ്റെ നിയന്ത്രണമുണ്ട് എങ്കിൽ മകരവിളക്ക് ത്രൂ ഔട്ട് നമുക്കത് കൊടുത്തു തീർക്കാനും സാധിക്കും. മകരവിളക്കിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾക്കായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി പമ്പയിൽ വെച്ച് ചില മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരുടെ ഭാഗത്താണ് ഒരുപാട് സഹകരണം വേണ്ടത്. അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തു. ഇനി ഫോറസ്റ്റ് മിനിസ്റ്റർ തന്നെ 29-ാം തീയതി തിരുവനന്തപുരത്ത് മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് മകരവിളക്ക് കൂടുതൽ ഫോറസ്റ്റുകാരുടെ സഹകരണത്തോടു കൂടിയേ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ അന്ന് ആ സഹകരണം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പുല്ലുമേട് വഴിയും അതുപോലെ തന്നെ കാനനപ്പാത വഴിയൊക്കെ വരുന്നിടത്തുള്ള ചില പ്രശ്നങ്ങൾ, വൃത്തിയില്ലായ്മ, ചവറ് കൂടി കിടക്കുന്നു, ടോയ്ലറ്റ് ഇല്ലായ്മ, ഇതെല്ലാം നമ്മൾ ഈ 15 ദിവസത്തിന് പ്രകാരം പരിഹരിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശരി, മകരവിളക്കും ഇതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിൽ നടത്താൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കൂ.